നമസ്കാരം. ധനുഷ് PSC ടിപ്സിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ സെക്ഷനിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ 97/2023 ആണ് ചോദ്യപേപ്പർ കോഡ് എന്ന് പറയുന്നത്. ഇനി വരാൻ പോകുന്ന പരീക്ഷകൾക്ക്, കേരള PSCയുടെ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി LDC ആയാലും BFA ആണെങ്കിലും പോലീസ് കോൺസ്റ്റബിൾ തസ്തിക അതുപോലെ ഡിഗ്രി ഫിലിംസിനുമൊക്കെ തന്നെ പ്രയോജനകരമാകുന്നൊരു ചോദ്യപേപ്പറാണിത്. കാരണം നമ്മൾ പഠിക്കുന്ന കണ്ടന്റിൽ നിന്നും വളരെ റെയറായി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണിത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളിലേക്ക് എത്തിച്ചത് വളരെ റെയർ ഫാക്ട്സ് എങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ നോക്കാം, ചോദ്യങ്ങൾ ഇവയാണ്. ഒന്നാമത്തെ ചോദ്യം, ഏത് സംസ്കൃത കൃതിയിലാണ് മധ്യകാല കേരളത്തിലെ പ്രധാന നഗരങ്ങൾ വിവരിച്ചിരിക്കുന്നത്? ഏത് സംസ്കൃത കൃതിയിലാണ് മധ്യകാല കേരളത്തിലെ പ്രധാന നഗരങ്ങൾ വിവരിച്ചിട്ടുള്ളത്? ആൻസർ സുഖസന്ദേശം. സുഖസന്ദേശം എന്ന സംസ്കൃത കൃതിയിലാണ് മധ്യകാല കേരളത്തിലെ പ്രധാന നഗരങ്ങൾ വിവരിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. കൂടാതെ ചാനലിൽ പ്ലേലിസ്റ്റുകളൊക്കെ ഉണ്ട്, പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ പ്ലേലിസ്റ്റ് ഉണ്ട്, അതൊക്കെ കാണാൻ ശ്രമിക്കാം. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം, ദ ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് എന്ന ജേർണലിൻ്റെ ആദ്യ എഡിറ്റർ ആരായിരുന്നു? ദ ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് എന്ന ജേർണലിൻ്റെ ആദ്യ എഡിറ്റർ ആരായിരുന്നു? ഉത്തരം ശ്യാംജി കൃഷ്ണവർമ്മ. ശ്യാംജി കൃഷ്ണവർമ്മ. അടുത്ത ചോദ്യം, റാഡിക്കൽ ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാപിച്ചത് ആരാണ്? റാഡിക്കൽ ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാപിച്ചത് ആരാണ്? ആൻസർ MN റോയ് ആണ്. MN റോയ്. റാഡിക്കൽ ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാപിച്ചത് ആരാണ്? MN റോയ് ആണ്. നെക്സ്റ്റ് ചോദ്യം, ടൗൺ മീറ്റിംഗ് ഓഫ് ദി വേൾഡ് എന്നറിയപ്പെടുന്നത് UNOയുടെ ഏത് സംഘടനയാണ്? ടൗൺ മീറ്റിംഗ് ഓഫ് ദി വേൾഡ്. ടൗൺ മീറ്റിംഗ് ഓഫ് ദി വേൾഡ് എന്നറിയപ്പെടുന്നത് UNOയുടെ ഏത് സംഘടനയാണ്? ഏത് സംഘടനയാണത്? പൊതുസമ്മേളനമാണ്. പൊതുസമ്മേളനം. UNOയുടെ ട്രസ്റ്റിഷിപ്പും സുരക്ഷാ കൗൺസിലും ഒക്കെ ഉണ്ട്. അതിനകത്ത് പൊതുസമ്മേളനമാണെന്ന് പറയുന്നത് ടൗൺ മീറ്റിംഗ് ഓഫ് ദി വേൾഡ് എന്നറിയപ്പെടുന്നത്. ടൗൺ മീറ്റിംഗ് ഓഫ് ദി വേൾഡ് എന്നറിയപ്പെടുന്നത് എന്താണ്? പൊതുസമ്മേളനമാണ്. പൊതുസമ്മേളനം. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ആരാണ് 1857 കലാപത്തെ സമ്പൂർണ്ണ ദേശഭക്തി വിരുദ്ധവും സ്വാർത്ഥവുമായ ശിപായി ലഹള എന്ന് വിശേഷിപ്പിക്കുന്നത്? സമ്പൂർണ്ണ ദേശഭക്തി വിരുദ്ധവും സ്വാർത്ഥവുമായ ശിപായി ലഹള എന്ന് വിശേഷിപ്പിക്കുന്ന ആരാണ്? സർ ജോൺ സീലിയാണ്. സർ ജോൺ സീലിയാണ്. നമുക്കറിയാം 1857 കലാപത്തെക്കുറിച്ചറിയാം, ശിപായി ലഹള എന്ന് വിളിക്കുന്നുണ്ടെന്നറിയാം അല്ലേ, മഹത്തായ വിപ്ലവം എന്ന് വിളിക്കുന്നുണ്ടെന്നറിയാം, ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിളിക്കുന്നുണ്ടെന്നറിയാം അല്ലേ. അപ്പോൾ ഈ ഒരു ഫാക്റ്റ് എന്താണ്? സമ്പൂർണ്ണ ദേശഭക്തി വിരുദ്ധവും സ്വാർത്ഥവുമായ ശിപായി ലഹള എന്ന് വിശേഷിപ്പിക്കുന്നത് ആരാണ്? സർ ജോൺ സീലിയാണ്. സർ ജോൺ സീലി ആവുന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ, നിലവിലെ ASEAN സെക്രട്ടറി ജനറൽ ഡോക്ടർ കാവോ കിം ഹോൺ ആണ്. നെക്സ്റ്റ് ചോദ്യം, ലിസ്റ്റ് 1നെ 2മായി ചേരുംപടി ചേർക്കുക. താഴെ നൽകിയിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്നും ശരിയായ ഉത്തരം തിരഞ്ഞെടുത്തെഴുതുക എന്നുള്ളതാണ്. അവിടെ നമുക്ക് എന്താണ് ആൻസർ വരിക? ഓപ്ഷൻ ബി ആണ് നമുക്ക് ആൻസർ പറഞ്ഞു തരാം. ഓപ്ഷൻ ബി ആണ് ആൻസർ. അതായത് ഗുട്ടൻബർഗ്, റെബൈറ്റി, മൊഹോറോവിസിക്, കോൺട്രാഡ്. ഇത് ശരിക്കും ഇവിടെ വരിക നമ്മുടെ ഭൂമിയുടെ അല്ല, ഭൂമിയുടെ മാൻറ്റിൽ, അകക്കാമ്പ്, പുറക്കാമ്പ് കണ്ടിട്ടില്ലേ? ഭൂമിയുടെ ഘടന, ഭൂവൽക്കം, മാൻറ്റിൽ, അകക്കാമ്പ്, പുറക്കാമ്പ് കണ്ടിട്ടില്ലേ? ആ ഒരു സംഭവത്തിനകത്ത് വരുന്ന സ്ട്രക്ചറിൽ അതാണ് എപ്പോഴും ഡിഗ്രി ഫിലിംസിനായാലും നമ്മുടെ വുമൻസ് പോലീസ് കോൺസ്റ്റബിളിനായാലും LDCക്കും ഒക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇപ്പോൾ ഈ ഒരു കണ്ടന്റ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ചോദ്യം പഠിച്ചെടുക്കാം. ഗുട്ടൻബർഗ് എന്ന് പറയുമ്പോൾ എന്താണ്? ആവരണവും കാമ്പുമാണ്. ഗുട്ടൻബർഗ് വിച്ഛിന്നത. ഗുട്ടൻബർഗ് ആവരണവും കാമ്പും ആണ് അറിയപ്പെടുന്നത്. റെബൈറ്റി എന്താണ്? പുറത്തെ ആവരണവും അകത്തെ ആവരണവുമാണ്. പുറക്കാമ്പ്, അകക്കാമ്പ് എന്നൊക്കെ പറയില്ലേ? റെബൈറ്റി പുറത്തെ ആവരണവും അകത്തെ ആവരണമാണ്. മൊഹറോവിസിക് അല്ലേ, മൊഹറോവിസിക് വിച്ഛിന്നത. മൊഹറോവിസിക് എന്താണ്? പുറന്തോട്, ഭൂവൽക്കം, പുറന്തോടും ആവരണവും എന്ന് പറയും. പുറന്തോട് ആവരണമാണ്. കോൺട്രാഡ് എന്ന് പറയുമ്പോൾ മുകളിലും താഴെയുമുള്ള പുറംതോട്. റെയർ എന്ന് പറയുമ്പോൾ വളരെ അപൂർവമായി വരുന്ന ഒരു ചോദ്യങ്ങൾ നമുക്ക് കിട്ടാവുന്ന, നമ്മൾ ഇത്ര എഴുതുകയും വേണം. പക്ഷേ അപ്പോൾ ഇങ്ങനെ ചോദിച്ചാൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും എന്നാണ് ഞാൻ കണ്ടത്. അപ്പോൾ അതിൻ്റെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഓക്കെ അല്ലേ നിങ്ങൾ? നെക്സ്റ്റ് ചോദ്യം, അവശിഷ്ട പാറകളെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഇവയെല്ലാം ശരിയെന്നാണ് ഉത്തരം. എല്ലാം ശരിയാണ്. അവശിഷ്ട പാറകളെക്കുറിച്ചുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ്? അവയിൽ ഫോസിലുകളും അവശിഷ്ടങ്ങളും അടങ്ങിയിരിക്കുന്നു. അവശിഷ്ട പാറകളിൽ ഫോസിലുകളും അവശിഷ്ടങ്ങളും അടങ്ങിയിട്ടുണ്ട്. ഈ പാറകൾ വളരെ മൃദുവാണ്. അവശിഷ്ട പാറകൾ വളരെ മൃദുവായതാണ്. അവ പല പാളികളായിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. പല പാളികളായിട്ടാണ് അവ കാണപ്പെടുന്നത്.
അപ്പോൾ അവശിഷ്ട പാറകൾ എന്താണ്? അവയിൽ ഫോസിലുകളും അവശിഷ്ടങ്ങളും അടങ്ങിയിട്ടുണ്ട്. ഫോസിലുകളും അവശിഷ്ടങ്ങളും അടങ്ങിയതാണെന്ത്? അവശിഷ്ട പാറകൾ എന്ന് പറയാം. ഫോസിൽ നമുക്കറിയില്ല, ഏതെങ്കിലും ഒരു ജീവി വന്ന് ചത്തടിഞ്ഞ് പോയിട്ടുള്ളതോ അല്ലെങ്കിൽ വലിയ വൻമരങ്ങൾ ചത്തടിച്ച് കുറേ നാളാകുമ്പോൾ അത് മണ്ണടിഞ്ഞ് എന്താവും, അതിൻ്റെ കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ അതിൻ്റെ ഒരു എല്ലും അതുപോലെ മാത്രമേ അവിടെ കാണാൻ കഴിയും. അതാണ് ഫോസിൽ എന്ന് പറയുക. വളരെ കാലത്തിന് ശേഷം നമ്മൾ കുഴിക്കുമ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങൾ മാത്രം കാണാൻ കഴിയും. അതാണെന്ത്? ഫോസിൽ എന്ന് പറയുക. കുറേ വർഷങ്ങൾക്ക് ശേഷമുള്ളതാണെന്ത്? ഫോസിൽ നമ്മൾ പറയും അല്ലേ. ഫോസിലുകളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ എന്താണത്? പാലിയൻറ്റോളജിയാണ് അല്ലേ. പാലിയൻറ്റോളജി എന്നാണ് പറയുക. പാലിയൻറ്റോളജി, ഫോസിലുകളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് പാലിയൻറ്റോളജി. അപ്പോൾ അങ്ങനെ ഈ കുറേ വർഷങ്ങൾ കഴിയുമ്പോഴാണ് ഫോസിൽ അല്ലേ. നമ്മൾ പറയുമ്പം കുഴിച്ച് ചെല്ലുമ്പോൾ പാറകൾക്കിടയ്ക്കിങ്ങനെ, രണ്ട് പാറകൾക്കിടയ്ക്കിങ്ങനെ എല്ലൊക്കെ ഇരിക്കുന്നത്, എല്ലിൻ്റെ പടങ്ങൾ വേണം ഇരിക്കുന്നത് കാണാം. നമുക്ക് തോന്നും അങ്ങനെ, ശരിക്കും എല്ലിൻ്റെ പൊടി മാത്രമേ അവിടെ കാണുന്നത്. അപ്പോൾ അത് ഫോസിൽ എന്നാണ് പറയുക. അപ്പോൾ അങ്ങനെ അവശിഷ്ട പാറകളെക്കുറിച്ച് നമുക്ക് എന്തെങ്കിലും അറിയാൻ പറ്റും. അവിടെ എന്ത് കാണാൻ പറ്റും? നമുക്ക് ഫോസിലുകളും അവശിഷ്ടങ്ങളുമായിരിക്കും അടങ്ങിയിരിക്കുക. ഈ വളരെ മൃദുവായ പാറകളുമായിരിക്കും അല്ലേ. അപ്പോൾ പല പാളികളായിട്ട് നിർമ്മിച്ചിട്ടുള്ളവയായിരിക്കും. ഒന്നിൻ്റെ മുകളിൽ ഒന്നിങ്ങനെ അടുക്കി വരുന്ന മണ്ണ് വന്ന് അടിഞ്ഞടിഞ്ഞിട്ട് പിന്നെ എൻ്റെ മണ്ടയ്ക്ക് ഫോസിൽ എന്തെങ്കിലും മരങ്ങൾ വീഴുവോ, ഒരു ജീവി വന്ന് വീഴും, പിന്നെ മണ്ടയ്ക്ക് അടിഞ്ഞിടും, അങ്ങനെയായിരിക്കും പാറ ഉണ്ടാവുക. അപ്പോൾ പല പാളികളായിട്ടായിരിക്കും കാണപ്പെടുക. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. താഴെ പറയുന്ന ജോഡികളിൽ ഏതാണ് ശരിയായി ചേരുംപടി ചേരുന്നത്? താഴെ പറയുന്ന ജോഡികളിൽ ഏതാണ് ശരിയായി ചേരുംപടി ചേരുന്നത്? അവിടെ ആൻസർ ഓപ്ഷൻ സി 1ഉം 3ഉമാണ് ശരി വരുന്നത്. ഒന്നാമത്തതും മൂന്നാമത്തും അല്ലേ. 1 ജോഗ് വെള്ളച്ചാട്ടം കർണാടക. നമുക്കറിയാം ശരാവതി നദി അല്ലേ. ഏതാണ്? ശരാവതി നദിയാണ്. ജോഗ് വെള്ളച്ചാട്ടം കർണാടക. അത് പഴയ ക്വസ്റ്റ്യൻസ് ആണത്, പഴയ കാലത്ത് മുതൽ ചോദിക്കുന്ന ചോദ്യമാണ് കേട്ടോ. ജോഗ് വെള്ളച്ചാട്ടം കർണാടകത്തിലാണ് ജോഗ് വെള്ളച്ചാട്ടം കാണാൻ കഴിയുക. നെക്സ്റ്റ് ദൂദ്സാഗർ വെള്ളച്ചാട്ടം അല്ലേ. ഗോവയ്ക്കൊക്കെ പോവാറുണ്ടോ? ദൂദ്സാഗർ നമ്മൾ പോകുന്നില്ലായിരിക്കും അല്ലേ. മറ്റെല്ലാവരും ഗോവയ്ക്ക് പോകും, എന്തിന്? വെയിൽ കൊള്ളാനോ അല്ല കുളിക്കാനോ എന്ന് പറഞ്ഞിട്ടല്ലേ ആഘോഷിക്കാൻ പോകും. ഞാൻ പോയിട്ടില്ല. ഓക്കെ, ദൂദ്സാഗർ വെള്ളച്ചാട്ടം ഉണ്ട് അവിടെ ഗോവയിലുണ്ട്. ഓക്കെ, ദൂദ്സാഗർ വെള്ളച്ചാട്ടം ഗോവയിലുണ്ട്. ജോഗ് വെള്ളച്ചാട്ടം കർണാടകയിലുണ്ട്. അത് ശരാവതി നദിയിൽ നിന്നാണ്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയുടെ പ്രധാന ഭൂരൂപത്തെ ശ്രീലങ്കയിൽ നിന്നും വേർതിരിക്കുന്നത്? ഭൂരൂപം എന്നുള്ള ടോപ്പിക്കാണ് വരിക അവിടെ. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയുടെ പ്രധാന ഭൂരൂപത്തെ ശ്രീലങ്കയിൽ നിന്നും വേർതിരിക്കുന്നത്? ഏത് ഭൂരൂപത്തിൽ? പ്രധാന ഭൂപ്രദേശം. ഭൂരൂപങ്ങൾ ക്ലിഫും ഒക്കെ അടങ്ങുന്നതല്ല ഭൂരൂപങ്ങൾ എന്ന് പറയുന്നല്ലേ. അപ്പോൾ എനിക്ക് മിസ്റ്റേക്ക് പറ്റി. പ്രധാന ഭൂപ്രദേശം അല്ലേ. നമുക്കൊന്നുമില്ല, ഇന്ത്യയും ശ്രീലങ്കയും വേർതിരിക്കുന്ന സംഭവം എന്താണ് അല്ലേ? നമ്മൾ പാക്കടലെടുക്കുന്നൊക്കെ പറയാറില്ല, സംഭവം അത് തന്നെയാണ് അല്ലേ. ഈ മക്മോഹൻ രേഖ, റാഡ്ക്ലിഫ് രേഖ എന്നൊക്കെ അത് രണ്ടിൻ്റെ വേർതിരിവ് കാണിക്കുന്നത് അല്ലേ. ഇന്ത്യ പാകിസ്ഥാൻ രേഖ, ഇന്ത്യ ചൈന ആണ് മക്മോഹൻ. ഇന്ത്യയും ചൈനയും വേർതിരിക്കുന്ന രേഖയാണ് മക്മോഹൻ രേഖ. ഇന്ത്യ പാകിസ്ഥാൻ രേഖയാണ് റാഡ്ക്ലിഫ് രേഖ എന്നൊക്കെ പറയുന്നത്. പാകിസ്ഥാൻ്റെ ക്ലീ അല്ലേ. അപ്പം എപ്പോഴും പറയുന്ന കാര്യം പാകിസ്ഥാൻ്റെ. ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ വേർതിരിവുള്ള രേഖയാണെന്ത്? റാഡ്ക്ലിഫ് രേഖ. ചൈനയുടെയുമായിട്ട് ഇന്ത്യയുടെ വേർതിരിക്കുന്ന രേഖയാണ് മക്മോഹൻ രേഖ. അപ്പോൾ അതുപോലെ തന്നെ ഇന്ത്യയുടെ പ്രധാന ഭൂപ്രദേശത്തെ ശ്രീലങ്കയിൽ നിന്നും വേർതിരിക്കുക എന്ന് വെച്ചാൽ ഇന്ത്യയും ശ്രീലങ്കയും നമ്മൾ വേർതിരിക്കുന്ന ഭാഗം ഏതാണ്? പാക്കടലെടുക്ക് അല്ലേ. പാൽക്കെന്നോടെ ഉണ്ട്, പാക്കടലെടുക്ക് നമ്മൾ പഠിക്കുക അല്ലേ. സ്ട്രേറ്റ് എന്നൊക്കെ പറയുന്ന പോലെ പാക്കടലെടുക്കുക. നെക്സ്റ്റ് ചോദ്യം. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഞാൻ. എൻ്റെ മിസ്റ്റേക്ക് ഭൂരൂപം എന്ന് ഞാൻ വായിച്ചു, ഭൂപ്രദേശം ഒന്നുമില്ല. ഇന്ത്യയും ശ്രീലങ്കയും വേർതിരിക്കുന്ന ഭാഗമാണെന്ന് പാക്കടലെടുക്കും. ഓക്കെ, നിങ്ങളെവിടെ നോക്കിയാലും അത് നമുക്ക് കാണാൻ കഴിയുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ചോദ്യം. താഴെ പറയുന്നവയിൽ കേരളത്തിലെ ഏത് നദിയാണ് കിഴക്കോട്ടൊഴുകുന്നത് അല്ലേ. സിമ്പിളായ ചോദ്യം. നമ്മുടെ LGS പറ്റിയ ചോദ്യമാണത് അല്ലേ. അല്ലെങ്കിൽ കേരളത്തെ പറ്റി ചോദിക്കാൻ പറ്റിയൊരു ചോദ്യമാണത്. താഴെ പറയുന്നവയിൽ കേരളത്തിലെ ഏത് നദിയാണ് കിഴക്കോട്ടൊഴുകുന്നത്? നമ്മുടെ എല്ലാ പരീക്ഷകൾക്കും എന്തുണ്ട്, കേരളത്തെക്കുറിച്ചൊരു 5 ചോദ്യമെങ്കിലും എപ്പോഴും ബേസിക്കായിട്ടുണ്ടായിരിക്കും അല്ലേ. അതിലൊന്നാണ് ഇതേപോലുള്ള നദികളെ പറ്റിയുള്ള ചോദ്യം. ഇത് ബേസിക്ക് എപ്പോഴും അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, താഴെ പറയുന്നവയിൽ കേരളത്തിലെ ഏത് നദിയിലാണ് കിഴക്കോട്ടൊഴുകുന്നത്? ആൻസർ ഇവിടുത്തത് എന്താണ്? പാമ്പാർ അല്ലേ. മണിമലയുണ്ട്, കുറ്റ്യാടി, ചാലിയാർ പുഴയുണ്ട് അല്ലേ. നമ്മുടെ കേരളത്തിലെ നദി തന്നെയാണ് എന്ത്? ചാലിയാർ പുഴ. നമുക്കറിയാവുന്നതാണ്. 4ാമത്തെ നദി എന്നൊക്കെ പറയത്തില്ലായിരുന്നോ? ഇതിൽ പക്ഷെങ്കിൽ കിഴക്കോട്ട് പോകുന്ന ആരാണ്? പാമ്പാർ. അപ്പോൾ എത്ര നദികൾ കിഴക്കോട്ട് പോകുന്നുണ്ട് കേരളത്തിൽ? 3 എണ്ണമാണ് പോകുക അല്ലേ. 3 എണ്ണമാണ് കേരളത്തിൽ കിഴക്കോട്ട് പോകുന്ന നദികൾ എന്ന് പറയും. ഒന്ന് അതെന്താണ് പറയുന്നത്? കബനി അല്ലേ. ഒന്നാമത്തെ കബനി എന്ന് പറയാം, നീളം അനുസരിച്ച് കബനി, ഭവാനി, പാമ്പാർ അല്ലേ. കബനി, ഭവാനി, പാമ്പാർ. ഇത് 3 എണ്ണമാണ്
ഏത് കിഴക്കോട്ട് പോകുന്നു. ഇവിടെ നമ്മൾ കൊടുത്തേക്കുന്ന ഏത് നദിയുള്ളൂ, ഇവിടെ പാമ്പാർ മാർക്ക് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ്, നാസയുടെ ക്യൂരിയോസിറ്റി റോവർ അടുത്തിടെ കംബ്രസ്കുലർ രശ്മികൾ പിടിച്ചെടുത്ത ഏത് ഗ്രഹത്തിൽ നിന്നാണ്? നാസയുടെ ക്യൂരിയോസിറ്റി റോവർ അടുത്തിടെ എനിക്ക് അക്ഷരപ്രശ്നം വരുന്നു. ക്രബസ്കുലർ, നമ്മൾ ഇംഗ്ലീഷ് വീഡിയോ കാണുമ്പോഴത്തേക്ക് വേറൊരു ടൈപ്പ് മീനിങ് ആണ് വരിക, അതാണ് പ്രശ്നം. ക്രബസ്കുലർ രശ്മികൾ പിടിച്ചെടുത്ത് ഏത് ഗ്രഹത്തിൽ നിന്നാണ്? ക്രബസ്കുലർ രശ്മികൾ. ഓക്കെ, അതൊന്ന് ചെക്ക് ചെയ്തിട്ട് എൻ്റെ ആൻസർ ഇവിടെ ചൊവ്വയാണ് കേട്ടോ. ഇവിടെ നിന്നാണ്, ചൊവ്വയിൽ നിന്നാണ്. ഒന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ നാസാസ് ക്യൂരിയോസിറ്റി റോവർ റീസെൻ്റ്ലി ക്യാപ്ചേർഡ് ദ ക്രബസ്കുലർ റേസ്. കണ്ടോ, ക്രബസ്കുലർ നമ്മൾ വായിക്കുന്നത് ഇവിടെ എഴുതിയേക്കുന്നതിൻ്റെ അവിടെയാണ്. ക്രബസ്കുലർ റേസ് ഓൺ വിച്ച് പ്ലാനറ്റ് എന്നാണ്. ക്രബസ്കുലർ റേസ് ഓൺ വിച്ച് പ്ലാനറ്റ് അല്ലേ? മാർസ്. ക്രബസ്കുലർ രശ്മികൾ പിടിച്ചെടുത്ത് ഏത് ഗ്രഹത്തിൽ നിന്നാണ്? ചൊവ്വ ഗ്രഹത്തിൽ നിന്നും. ഓക്കെ ആയില്ലേ? നെക്സ്റ്റ് ചോദ്യം, താഴെ പറഞ്ഞ ജോഡികൾ ശരിയായി ചേരുന്നത് ഏതൊക്കെയാണ്? 2 ഉം 3 മാത്രമേ അവിടെ ശരിയാവുന്നുള്ളൂ അല്ലേ? മ്യൂണിച്ച് റീ ഇൻഷുറൻസ് കമ്പനികളാണ്. IIFCL ധനകാര്യ സ്ഥാപനങ്ങളുമാണ്. IIFC ധനകാര്യ സ്ഥാപനങ്ങൾ. മ്യൂണിച്ച് റീ ഇൻഷുറൻസ് കമ്പനികളാണ്. IIFCL ധനകാര്യ സ്ഥാപനങ്ങളുമാണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ചോദ്യം എന്ന് പറയുന്നത്, താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. പ്രസ്താവന ഏതാണ് ശരിയെന്നുള്ളതാണ് ചോദ്യം. ഇവിടുത്തെ ആൻസർ നമുക്ക് എന്താ പറയുക? ആൻസർ ഓപ്ഷൻ എ ആണ്. 1, 2, 3 പ്രസ്താവന ശരിയാണ്. ഹരിത വിപ്ലവമാണ് പരിപാടി അല്ലേ? ഹരിത വിപ്ലവം സാങ്കേതിക വിദ്യ എന്നത് HYV വിത്തുകൾ, വളം, ജലസേചനം എന്നിവയുടെ ഒരു പാക്കേജാണ്. ഹരിത വിപ്ലവം അല്ലേ? നമുക്ക് പച്ചക്കറി, അല്ലെങ്കിൽ ഹരിത വിപ്ലവം പച്ചക്കറി അല്ല, നമ്മുടെ എന്താ പറയുക, ഹരിതം, പച്ച എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ഹരിത വിപ്ലവം ഹരിത വിപ്ലവം സാങ്കേതിക വിദ്യ എന്നത് HYV വിത്തുകൾ, വളം, ജലസേചനം എന്നിവയുടെ ഒരു പാക്കേജാണ്. ഓക്കെ, പിന്നെ 1965 കാർഷിക വില കമ്മീഷൻ വരുന്നത്. കാർഷിക വില കമ്മീഷൻ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, 61 IAAP നടപ്പിലാക്കിയത്. ഓക്കെ, IAAP നടപ്പിലാക്കിയതും ഇവിടെയാണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ചോദ്യം എന്ന് പറഞ്ഞാൽ, ചരക്ക് സേവന നികുതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? ചരക്ക് സേവന നികുതി എന്താണ്? GSTയുമായി ബന്ധപ്പെട്ട് അല്ലേ? GST, ഗുഡ്സ് ആൻഡ് സർവീസ്. GSTയുമായി ബന്ധപ്പെട്ട് താഴെ പറഞ്ഞതിൽ ഏതാണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് ആൻസർ എന്ത് പറയാം? ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ. ആൻസർ ഓപ്ഷൻ ബി ആണ്. അതായത് 2, 3, 4 ശരിയാണ്. അതായത് 2017 ജൂലൈ 1 ലക്ഷ്യസ്ഥാനത്തെ അടിസ്ഥാനമാക്കിയുള്ള നികുതി നടപ്പിലാക്കിയെന്ന് പറഞ്ഞാൽ, ഈ GST നടപ്പിലാക്കിയത് എന്നാണ്? 2017 ജൂലൈ 1 എപ്പോഴും PSC ചോദിക്കുന്നൊരു ചോദ്യമാണ്. അതായത് ഏത് പരീക്ഷയ്ക്കും ചോദിക്കാൻ പറ്റിയൊരു ചോദ്യം തന്നെയാണ്. LGS മുതൽ ഇങ്ങോട്ടുണ്ട് അല്ലേ? LDC മുതൽ ഇങ്ങോട്ട് എല്ലാ ചോദ്യങ്ങൾക്കും ചോദിക്കുന്നുണ്ട്. 2017 ജൂലൈ 1 ഇത്. പിന്നെയുള്ളത്, കാസ്കേഡിംഗ് എഫക്റ്റും പരോക്ഷ നികുതികളുടെ ഗുണിതത്തിലുള്ള കുറവും മറികടക്കുക. നമ്മളിതൊക്കെ ചോദിക്കുമ്പോൾ പ്രസ്താവന രീതിക്ക് ഈ ഫാക്ടറൊക്കെ കയറി വരും. നമുക്ക് LDCക്ക് ആണെങ്കിൽ പോലും അല്ലേ, WPCക്ക് ആണെങ്കിൽ പോലും പ്രസ്താവന രീതിക്ക് ഇതെല്ലാം കൂടെ കയറി നമുക്ക് എഴുതാൻ പറ്റില്ല. അപ്പോൾ പുതിയ ഫാക്ട്സ് നമ്മൾ പഠിച്ചു വെച്ചേക്കണം. ഓക്കെ, പുതിയ ഫാക്ട്, പുതിയ പ്രസ്താവന, പുതിയ രീതികൾ, അല്ലെങ്കിൽ പുതിയ ഡേറ്റാസ് എന്ന് പറയത്തില്ല, അതാണ് സംഭവം. ആഡ് ചെയ്ത് വെക്കണം, കൂട്ടിച്ചേർത്ത് വെക്കുക. കാസ്കേഡിംഗ് എഫക്റ്റും പരോക്ഷ നികുതികളുടെ ഗുണിതത്തിലുള്ള കുറവും മറികടക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ്, GST കൗൺസിൽ ഒരു ഭരണഘടനാ സ്ഥാപനമാണ് അല്ലേ? ഒരു ഭരണഘടനാ സ്ഥാപനമാണ് GST കൗൺസിൽ. ഭരണഘടനാ സ്ഥാപനമാണെന്ന് GST കൗൺസിൽ അല്ലേ? സിമ്പിളായി പറഞ്ഞാൽ 2017 ജൂലൈ 1 GST സ്ഥാപിതമായി. ഓക്കെ, നെക്സ്റ്റ്, ഇവർക്ക് കാസ്കേഡിംഗ് എഫക്റ്റ് ഒക്കെ ഉണ്ട്, അത് നമുക്കറിയാം, അത് വിടുക. നെക്സ്റ്റ്, GST കൗൺസിൽ ഒരു ഭരണഘടനാ സ്ഥാപനം. ഒരു LGS ലെവൽ വിദ്യാർത്ഥി നോക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് പഠിക്കണം? അതിനകത്തുനിന്ന് 2017 ജൂലൈ 1 ഇത് GST നടപ്പിലാക്കി അല്ലേ? പിന്നെ GST കൗൺസിൽ എന്താണ്? ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. അത് വേണമെങ്കിൽ ചോദിക്കാം അല്ലേ? GST കൗൺസിൽ ഒരു ഭരണഘടനാ സ്ഥാപനമാണെന്നുള്ള പോയിന്റ്. നെക്സ്റ്റ് പോയിന്റ് അല്ലേ, ഹാർഡായ പോയിന്റ് എന്താണ്? കാസ്കേഡിംഗ് എഫക്റ്റും പരോക്ഷ നികുതികളുടെ ഗുണിതത്തിലുള്ള കുറവും മറികടക്കുക എന്നതും ഇവർ വേണ്ടതായിരുന്നു അല്ലേ? GSTയിൽ വരേണ്ടതാണ്. കാസ്കേഡിംഗ് എഫക്റ്റും പരോക്ഷ നികുതികളുടെ ഗുണിതത്തിലുള്ള കുറവും മറികടക്കുക എന്നതും GSTയുടെ ലക്ഷ്യങ്ങളിൽ പെടുന്നവയാണ്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം എന്ന് പറയുമ്പോൾ, ഏതാണ് ശരിയായി ചേരുംപടി ചേരുന്നതെന്നുള്ളത് അല്ലേ? ഹരോൾഡ് ഡോമർ ഉണ്ട്, മഹലനോബിസ് മോഡലുണ്ട്, ദ്രുതവും കൂടുതൽ ഉൾക്കൊള്ളുന്നതുമായ വളർച്ചയുണ്ട്, DP ധാർ മോഡൽ. ഇത് ഏത് പരിപാടിക്കകത്ത് വരുന്നതാണ്? നമ്മുടെ പഞ്ചവത്സര പദ്ധതിക്കകത്ത് വരുന്നതല്ലേ? പഞ്ചവത്സര പദ്ധതി 1, 2, 3, 4, 5
12 വരെ ഉണ്ടല്ലേ, അതിൽ വരുന്നതാണ് ഈ സംഭവം. ഇവിടുത്തെ ആൻസർ നമുക്ക് എന്താണ്? ശരിയായ പരിപാടി ആരൊക്കെയാണ്? 4, 1, 2 ശരിയായി വന്നിട്ടുള്ളത്. ശരിയായ ഫാക്റ്റുകൾ 4, 1, 2 വന്നിട്ടുള്ളത്. അപ്പം 4, 1, 2 അല്ലേ എന്ന് പറയുമ്പോൾ ഹരോൾഡ് ഡോമർ മോഡൽ ശരിക്കും എന്താണ്? ഹരോൾഡ് ഡോമർ മോഡൽ ആദ്യത്തെ പഞ്ചവത്സര പദ്ധതിയിലാണ് ഹരോൾഡ് ഡോമർ മോഡൽ നമ്മളിവിടെ പ്രാവർത്തികമാക്കിയിട്ടുള്ളത് അല്ലേ. മഹൽനോബിസ് രണ്ടാമത്തെ മോഡലുണ്ട്, ഉണ്ട് ശരി. അവിടുത്തെ നമുക്കറിയാം വ്യവസായമാണ് അദ്ദേഹത്തിൻ്റെ അല്ലേ, വ്യവസായമാണ്. മഹൽനോബിസ് മോഡൽ വ്യവസായമാണ്. നെക്സ്റ്റ് ധർ മോഡൽ എന്താണ്? DP ധർ മോഡൽ എന്ന് പറയുമ്പോൾ അത് അഞ്ചാമത്തെ പഞ്ചവത്സര പദ്ധതി അല്ലേ, 5ാം പഞ്ചവത്സര പദ്ധതി. അപ്പോൾ ഹരോൾഡ് ഡോമർ മോഡൽ ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി ആ സമയത്തോടെ എന്തായിരുന്നുള്ളത്? കൃഷിയായിരുന്നു അവിടുത്തെ മെയിൻ കാര്യം അല്ലേ, കൃഷിയായിരുന്നു അവിടുത്തെ മെയിൻ പരിപാടി എന്നുള്ളത്. മഹൽനോബിസ് മോഡൽ എന്ന് പറയുമ്പോൾ 2ാം പഞ്ചവത്സര പദ്ധതിയാണ്. അവിടെ മെയിൻ എന്തായിരുന്നു? വ്യവസായങ്ങളായിരുന്നു അല്ലേ, ഭിലായ്, റൂർക്കല എന്നുള്ള വ്യവസായങ്ങളൊക്കെ വന്നില്ലേ, ഇരുമ്പുരുക്ക് കമ്പനികൾ വന്നിരുന്നു ആ സമയത്തില്ലേ. അപ്പം ഈ കൃഷി വരുമ്പോൾ ഇവിടെ ബക്രാനങ്കൽ അണക്കെട്ടിൻ്റെ പരിപാടിയൊക്കെ അല്ലേ, പദ്ധതികൾ അങ്ങനെയുള്ള ജലസേചനവും കൃഷിയുമായിരുന്നു ഒന്നാമത്തെ പരിപാടി. അത് ഹരോൾഡ് ഡോമർ മോഡൽ ആദ്യത്തെ പഞ്ചവത്സരം. എപ്പോഴും കൃഷിയിൽ തുടങ്ങും നമ്മളല്ലേ, ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ആദ്യം ഭക്ഷണം എന്നുള്ള കൃഷി തുടങ്ങും ആദ്യം. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്തത് കഴിഞ്ഞിട്ട് നമുക്ക് കൃഷി ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ചെന്ത് വേണം? കുറച്ച് വ്യവസായങ്ങൾ അല്ലേ, നമ്മൾ കുറച്ചുകൂടി ഡെവലപ്പായി ഇപ്പോൾ വ്യവസായങ്ങൾ ആരംഭിച്ചോടെ, അതാണ് അങ്ങനെ രണ്ടാമത്തിൽ വരിക. അപ്പോൾ അതങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കണം. അപ്പോൾ ഒന്ന് ഹരോൾഡ് ഡോമർ മോഡൽ ആദ്യത്തെ പഞ്ചവത്സര പദ്ധതിയിൽ, രണ്ടാമത്തേത് മഹൽനോബിസ് മോഡൽ രണ്ടാമത്തെ പദ്ധതിയിൽ അല്ലേ, വ്യവസായങ്ങൾ വന്നു. പിന്നെ DP ധർ മോഡൽ 5ാം പഞ്ചവത്സര പദ്ധതി. ഓക്കെ, ഇവിടെ 12 പറയുമ്പോൾ എന്താ? ശരിക്കും സുസ്ഥിരമായ വളർച്ചയാണ് അവിടെ, ദ്രുതമല്ല, സുസ്ഥിരമായ വളർച്ച, സ്ഥിരമായ വളർച്ച എന്നാണ് 12ാം പഞ്ചവത്സര പദ്ധതി ഉദ്ദേശിക്കുന്നത്. അത് പൊക്കോട്ടെ. നെക്സ്റ്റ് ചോദ്യം, സാമ്പത്തിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഏതാണ് തെറ്റെന്നുള്ളതാണ്. സാമ്പത്തിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് തെറ്റ് എന്താണെന്നുള്ളതാണ് ചോദ്യം. ഇവിടുത്തെ ആൻസർ ഞാൻ പറയാം. ആൻസർ ഓപ്ഷൻ C ആണ് തെറ്റാ പ്രസ്താവന. 1ഉം 3ഉം തെറ്റ് പ്രസ്താവനകളാണ്. ഓക്കെ, നമുക്കത് വിട്ടേക്കാം. അപ്പോൾ ശരി മാത്രം വായിക്കൂ. അതായത് വ്യവസായിക മേഖലയുടെ നിയന്ത്രണം എടുത്തു കളയുന്നതിന് മുൻപ് 17 വ്യവസായ പൊതുമേഖല 17 നീക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് വേണ്ട, നമുക്ക് ഇത് വേണ്ട അല്ലേ, ഇതും വേണ്ട, ഇത് മാത്രം മതി. അതായത് ഇത് എന്തായിരുന്നു? സാമ്പത്തിക പരിഷ്കരണ ബന്ധപ്പെട്ട പരിപാടിയാണ് ചോദിച്ചേക്കുന്നത് അല്ലേ. സാമ്പത്തിക പരിഷ്കരണം 1990 അല്ലേ, ഇതിലെ സംഭവമാണ് നമുക്കറിയാം. 91 സംഭവമാണ് നമുക്കറിയാം, സാമ്പത്തിക പരിഷ്കരണം, സാമ്പത്തിക നയം. അപ്പോൾ വ്യവസായ മേഖലയുടെ നിയന്ത്രണം എടുത്തു കളയുന്നതിന് മുൻപ് 17 വ്യവസായങ്ങൾ പൊതുമേഖലയ്ക്ക് കീഴിൽ സംവരണം ചെയ്തിരുന്നു അല്ലേ, പൊതുമേഖലയ്ക്ക് കീഴിൽ സംവരണം ചെയ്തു. അപ്പം വ്യവസായ മേഖല നിയന്ത്രണം എടുത്തു കളയുന്നതിന് മുൻപ് 17 വ്യവസായങ്ങളാണ് പൊതുമേഖലയ്ക്ക് കീഴിൽ സംവരണം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സാമ്പത്തിക പരിഷ്കരണമാണ്. നെക്സ്റ്റ് ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായി ചേരുമ്പടി ചേരുന്നത് അല്ലേ? ഇവയെല്ലാം ഉണ്ട്, ഇവയെല്ലാമാണ് അല്ലേ, ഇവയെല്ലാം എന്നാണ് എൻ്റെ ആൻസർ. ഓക്കെ, ഇവയെല്ലാം ആൻസറാണ് ശരിയായി. ലോകബാങ്കിൻ്റെത് ആരാണിപ്പോൾ? അജയ് ബംഗ. ലോകബാങ്കിൻ്റെ അജയ് ബംഗ മാറിട്ടില്ലല്ലോ. ലോകബാങ്കിൻ്റെത് അജയ് ബംഗയാണ്. ലോകബാങ്കിൻ്റെ അജയ് ബംഗ മാറിട്ടില്ലല്ലോ. യെസ് ഓർ നോ? അജയ് ബംഗ. ഓക്കെ, വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ എന്താണ്? അൽമാൻഡോസ് ആണ്. 23 അപ്പോൾ അത് മാറാൻ വഴിയില്ല. ഓക്കെ, വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ എന്താണ്? അൽമാൻഡോസ് ആണ്. നെക്സ്റ്റ്, കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ് എന്താണ്? ദിനേശ് ആണ്. കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ് എന്താണ്? ദിനേശ് ആണ്. കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ് ദിനേശ് ആണ്. അപ്പോൾ ഇതിനകത്ത് അതൊന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, താഴെ പറയുന്നവരിൽ ആരാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാത്തത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാത്തത് ആരായിരുന്നു? ഇവിടെ ജവഹർലാൽ നെഹ്റു അല്ലേ. ജവഹർലാൽ നെഹ്റുവാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാതിരുന്ന വ്യക്തി. നമുക്കറിയാം അംബേദ്കർ, മുഹമ്മദ് സാദുല്ല, KM മുൻഷിയൊക്കെ ഇന്ത്യയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമായിരുന്നു അല്ലേ. അതിൻ്റെ കരട് രൂപം തയ്യാറാക്കുന്നതിലൊക്കെ പങ്കുവഹിച്ചാണ്. അവിടെ ആരില്ലായിരുന്നു അതിനകത്ത്? ജവഹർലാൽ നെഹ്റു ഇല്ലാതോ. നെക്സ്റ്റ്, ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 368 എങ്ങനെ ഭേദഗതി ചെയ്യാം? ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 368 എങ്ങനെ ഭേദഗതി ചെയ്യാം? എങ്ങനെ? പ്രത്യേക നടപടിക്രമം വഴിയേ ഭേദഗതി ചെയ്യാൻ സാധിക്കുള്ളൂ അല്ലേ. ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ എങ്ങനെ ഭേദഗതി ചെയ്യാൻ പറ്റും അല്ലേ? എങ്ങനെ ഭേദഗതി ചെയ്യാൻ പറ്റും? നമുക്ക് പ്രത്യേക നടപടിക്രമം വഴി മാത്രം ഭേദഗതി ചെയ്യാൻ സാധിക്കും. ഒരു സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗത്തെ ആർക്കാണ് നീക്കം ചെയ്യാൻ കഴിയുക? സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗത്തെ ആർക്കാണ് നീക്കം ചെയ്യാൻ
കഴിയുക എന്നാണ് പറയുക. ആർക്കാണ് നീക്കം ചെയ്യാൻ കഴിയുക? ആൻസർ ഇന്ത്യയുടെ രാഷ്ട്രപതിക്കാണ് നീക്കം ചെയ്യാൻ കഴിയുക. ഇന്ത്യയുടെ രാഷ്ട്രപതിക്കാണ് നീക്കം ചെയ്യാൻ സാധിക്കുക. നെക്സ്റ്റ് ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് കോ വാറന്റിയുടെ റിട്ട് പുറപ്പെടുവിക്കാനുള്ള അടിസ്ഥാനമല്ലാത്തത്? ഏതാണ് കോ വാറന്റിയുടെ റിട്ട് പുറപ്പെടുവിക്കാനുള്ള അടിസ്ഥാനമല്ലാത്തത്? ആൻസർ നമുക്ക് ഏതാണ് പറയാൻ പറ്റുന്നത്? കേസിൽ പൊതു താല്പര്യം നിലനിൽക്കില്ല. അടിസ്ഥാനമല്ലാത്ത കോ വാറന്റിയുടെ കോ വാറന്റിയിൽ പറയുന്ന അല്ലാത്തെന്നാണ് ചോദിച്ചേക്കുന്നില്ല. അതേതാണ്? കേസിൽ പൊതു താല്പര്യം നിലനിൽക്കില്ല എന്നുള്ള പരിപാടിയാണ്. അപ്പോൾ കോ വാറന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തായിരിക്കണം? ഓഫീസ് പൊതുവായിരിക്കണം. അത്തരം ഓഫീസിൽ തൻ്റെ അവകാശവാദം പ്രതിഭാഗം ഉറപ്പിച്ചിരിക്കണം. ഭരണഘടനയോ ചട്ടമോ അനുസരിച്ചായിരിക്കണം ഓഫീസ് സൃഷ്ടിക്കപ്പെട്ടത്, അല്ലേ? അത് മനസ്സിലായി വിചാരിക്കും. ചോദ്യം ഒന്നുകൂടി വായിക്കാം. കോ വാറന്റോയുടെ റിട്ട് പുറപ്പെടുവിക്കാനുള്ള അടിസ്ഥാനമല്ലാത്തെന്നാണ് ചോദ്യം വന്നേക്കില്ല. അടിസ്ഥാനമല്ലാത്ത കാര്യം ഏതാണ്? കേസിൽ പൊതു താല്പര്യം നിലനിൽക്കില്ല, പൊതുവായ താല്പര്യം നിലനിൽക്കില്ല എന്നാണ് പറയാം. ഓക്കെ, അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ 11ാം പട്ടികയിൽ എത്ര ഇനങ്ങൾ അടങ്ങിയിരിക്കുന്നു? എത്ര ഇനങ്ങൾ അടങ്ങിയിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ എ ആണ്, 29 ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 11ാം പട്ടികയിൽ എത്ര ഇനങ്ങൾ അടങ്ങിയിരിക്കുന്നു? 29 ഇനങ്ങളാണ് അടങ്ങിയിട്ടുള്ളത്. 29 ഇനങ്ങളാണ് അടങ്ങിയിട്ടുള്ളത്. താഴെ പറയുന്നവയിൽ ഏത് ഭരണഘടനാ ഭേദഗതിയാണ് ഇന്ത്യൻ ഭരണഘടനയിൽ കൂറുമാറ്റ വിരുദ്ധ വ്യവസ്ഥകൾ കൊണ്ടുവന്നത്? ഏതാണത്? ആൻസർ 91, അല്ലേ? 91ാം ഭേദഗതിയാണ് അങ്ങനെ വന്നേക്കുന്നില്ല. 52ാം ഭേദഗതിയായിരുന്നു കൂറുമാറ്റം. അതിൻ്റെ വിരുദ്ധമായി അതിനെ സംരക്ഷിക്കാന്ന് പറഞ്ഞു വന്നതാണ് എന്ത്? 91ാമത്. 52 വേഴ്സ് 91. ഞാൻ എപ്പോഴും കഴിഞ്ഞ ദിവസം നമുക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണ് 91ഉം 51. അതുകൊണ്ട് ചോദിച്ചപ്പോൾ എനിക്ക് വളരെ ഇഷ്ടം തോന്നിയ കാര്യം, അല്ലേ? വളരെ. അടുത്ത ചോദ്യം, ഇരട്ട അപകടത്തിനെതിരെ പരിരക്ഷ നൽകുന്ന ആർട്ടിക്കിൾ തിരിച്ചറിയുക. ആൻസർ ഏതാണ്? ആൻസർ ആർട്ടിക്കിൾ 20, അല്ലേ? ആർട്ടിക്കിൾ 20 ആണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത്, താഴെ പറഞ്ഞതിൽ ഏതാണ് ഇന്ത്യയുടെ രാഷ്ട്രപതി തിരഞ്ഞെടുക്കുന്നതിനുള്ള ഇലക്ട്രൽ കോളേജ് രൂപീകരിക്കാത്തത് ഏതാണ്? ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ്. ഓക്കെ, 2022 ഇന്ത്യൻ ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ സ്ഥാനത്ത് ആരായിരുന്നു? മാർഗരറ്റ് ആൽവ. നെക്സ്റ്റ് ചോദ്യം, കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് KSDMA സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരി ഏതൊക്കെയാണ്? അല്ലേ? 2, 3, 4. അതായത് കേരള മുഖ്യമന്ത്രിയാണ് KSDMAയുടെ ചെയർമാൻ. ഓക്കെയാണ്. KSDMAയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് ചീഫ് സെക്രട്ടറി. ഓക്കെയാണ്. റവന്യൂ ദുരന്ത നിവാരണ അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് KSDMAയുടെ ചീഫ് മേധാവി. അതും ഓക്കെയാണോ? ഓക്കെ അല്ലേ? അത് 3 ഫാക്ട്സും ശരിയല്ലേ? ഈ 3 ഫാക്ട്സിൽ ഓരോന്നും നമ്മുടെ LGSനായാലും LDCക്കായാലും ഓരോന്നും ഓരോ പോയിന്റ് ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് ചോദ്യം, 2021 നീതി ആയോഗ് ആരംഭിച്ച ആരോഗ്യ സൂചികയുടെ 4ാം റൗണ്ടിൽ ഏതാണ് ശരിയായി വരിക? അതിൻ്റെ ആൻസർ എന്താണ്? നമുക്ക് ആൻസർ ഒന്നാമത്തെ ശരിയാണ്, അല്ലേ? 1 ശരിയാണ്, 2 ശരിയാണ്, 3 ശരിയാണ്. ഓക്കെ, അപ്പോൾ ഇത് 3 ശരിയാണ്. ഓപ്ഷൻ സി ആൻസർ. മൊത്തത്തിലുള്ള ആരോഗ്യ പ്രകടനത്തിൻ്റെ കാര്യത്തിൽ കേരളം 1ാം സ്ഥാനത്തെത്തി. തമിഴ്നാടും തെലങ്കാനയുമാണ് ആരോഗ്യ മാനദണ്ഡങ്ങളിൽ 2, 3 സ്ഥാനങ്ങളിൽ. 2019-20 ആയിരുന്നു ആരോഗ്യ സൂചികയുടെ റഫറൻസ് കാലയളവ്. ഓക്കെ, നീതി ആയോഗാണ്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം, സേവനങ്ങളുടെ കാര്യക്ഷമവും സമയബന്ധിതവുമായ ഡെലിവറി, ഗവൺമെൻറ്റിൻ്റെ പരാതികൾ പരിഹരിക്കൽ എന്നിവ വ്യവസ്ഥ ചെയ്യുന്നു നിലവിൽ വന്നത് ഏതാണ്? അല്ലേ? 2012. ഓക്കെ, കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ ഭരണകാലത്ത് തിരുവിതാംകൂറിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയപ്പെട്ടിരുന്നത് എന്താണ്? എങ്ങനെയാണ്? ദിവാൻ എന്നാണ്. ഓക്കെ, ദിവാൻ എന്നാണ്. കേരള സംസ്ഥാനം വിഭാവനം ചെയ്ത ഏത് റെസ്ക്യൂ മിഷൻ പദ്ധതിയാണ് 2017 മുതൽ കുട്ടികളുടെ ക്ഷേമ കൗൺസിൽ പ്രശ്നബാധിതരായ കുട്ടികൾക്ക് സഹായം നൽകാനും അവരെ പുനരധിവസിപ്പിക്കാനും തുടങ്ങിയത്? അവരെ പുനരധിവസിപ്പിക്കാനും തുടങ്ങിയത്. അങ്ങനെ ആവരുത്, അല്ലേ? 2017 മുതൽ കുട്ടികളുടെ ക്ഷേമ കൗൺസിൽ പ്രശ്നബാധിതരായ കുട്ടികൾക്ക് സഹായം നൽകുവാനും അവരെ പുനരധിവസിപ്പിക്കുവാനും തുടങ്ങിയത്. ഏത് പ്രസ്ഥാനമാണത്?
തണലാണ്. റെസ്ക്യൂ മിഷൻ തണലെന്ന് ഓർത്താൽ മതി. നെക്സ്റ്റ്, കേരള ഡിജിറ്റൽ സർവകലാശാലയുടെ കീഴിൽ ഡിജിറ്റൽ സർവീസ് പാർക്ക് സ്ഥാപിക്കുന്നതിനായി കണ്ടെത്തിയ സ്ഥലം. ഡിജിറ്റൽ സർവീസ് പാർക്ക് തോന്നയ്ക്കലാണ്. നെക്സ്റ്റ്, മനുഷ്യരിൽ രക്തത്തിൽ ഓക്സിജൻ വഹിക്കാനുള്ള ശേഷി കുറയ്ക്കുന്ന വാഹന എക്സ്ഹോസ്റ്റുകളിൽ അടങ്ങിയിരിക്കുന്ന ഒരു പ്രധാന മലിനീകരണത്തിൻ്റെ പേര് പറയുക. പ്രധാന മലിനീകരണം എന്ന് പറയുമ്പോൾ ആൻസർ നമുക്കത് പറയാം. മലിനീകരണം ഉണ്ടാക്കുന്നവരാണ് ശരിക്കും കാർബൺ മോണോക്സൈഡ് അല്ലേ. മനുഷ്യരിൽ രക്തത്തിൽ ഓക്സിജൻ വഹിക്കാനുള്ള ശേഷി കുറയ്ക്കുന്നു. മോണോക്സൈഡ്, അതായത് നമ്മുടെ ശരീരത്തിൽ ഓക്സിജൻ വഹിച്ചുകൊണ്ടല്ലേ ഓക്സിജനെ വഹിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജനാണ് എന്ത് ചെയ്യുക? ഹീമോഗ്ലോബിൻ ഹീമോഗ്ലോബിനാണ് നമ്മുടെ ശരീരത്തിനകത്തുള്ള ബ്ലഡിനകത്തുള്ള RBCയിലുള്ള RBCയിലുള്ളതാണ് HB ഹീമോഗ്ലോബിൻ എന്ന് പറയുക. ആ HB ആണ് ഓക്സിജനെ വഹിച്ചുകൊണ്ട് പോകുക, ഓരോ കോശങ്ങളിലേക്കും കൊണ്ടുപോവുക അല്ലേ. എങ്ങനെയാണ് ഹീമോഗ്ലോബിൻ പ്ലസ് ഓക്സിജൻ അല്ലേ, ഓക്സി ഹീമോഗ്ലോബിൻ എന്ന് പറയുക. ഹീമോഗ്ലോബിനും ഓക്സിജനും കമ്പൈൻ ചെയ്യുമ്പോൾ എന്താവും? ഓക്സി ഹീമോഗ്ലോബിനായിട്ട് മാറുന്നു അത്. എന്നാൽ ഈ ഹീമോഗ്ലോബിന് ഈ HBക്ക് മോണോക്സൈഡ് നമ്മൾ അന്തരീക്ഷത്തിലുണ്ടെങ്കിൽ നമ്മൾ ശ്വസിക്കുന്ന കൂടുതൽ കാർബൺ മോണോക്സൈഡ് അന്തരീക്ഷത്തിൽ കാണുവാണ്, നമ്മൾ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി എന്താണ് കാർബൺ മോണോക്സൈഡ് വലിച്ച് നമ്മൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ എന്താ പറയുക, മൂക്കിലൂടെ എന്ത് പോകുന്നു? CO വരികയാണെങ്കിൽ കാർബൺ മോണോക്സൈഡ് എന്ത് സംഭവം അറിയാം? ഓക്സിജനുകൾ കൂടുതൽ അഫിനിറ്റി HBയുമായി കമ്പൈൻ ചെയ്യാൻ കാർബൺ മോണോക്സൈഡ് ഉണ്ട്. ഓക്സിജനുകൾ കൂടുതൽ, ഇപ്പോൾ ഓക്സിജനും CO വരെ തിരിക്കുകയാണെങ്കിൽ കാർബൺ മോണോക്സൈഡ് സംഭവിക്കുക, അതിന് ഏറ്റവും കൂടുതൽ അഫിനിറ്റി അല്ല, ഇഷ്ടമാണ് കൂടുതൽ HBയോട് ചേരാനായിട്ട്. അല്ലെ HBക്കാരുടെ കൂടുതൽ ഇഷ്ടം CO-നാണ് കൂടുതൽ ഇഷ്ടം, O2-നോടല്ലായിരിക്കും ഇഷ്ടം, അതാണ് പറയുക. അപ്പോൾ എന്ത് ചെയ്യും? ഈ കാർബൺ മോണോക്സൈഡും HBയും കൂടെ കമ്പൈൻ ചെയ്തിട്ട് അങ്ങോട്ട് എല്ലായിടത്തും പോകും അല്ലേ, രക്തം വഴി എല്ലായിടത്തും നിന്ന് കൊണ്ട് കൊടുക്കും. അപ്പം ആ സെല്ല് നശിച്ചു പോവുകയും ചെയ്യും അല്ലേ. അപ്പം ഈ സംഭവം കാർബൺ മോണോക്സൈഡ് അതുകൊണ്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഹാനികരമായി പ്രവർത്തിക്കുന്നത് പറയുക. ചെറിയുള്ളവരാണെങ്കിൽ കുഴപ്പമില്ല അല്ലേ, പറഞ്ഞാൽ നമുക്ക് അധികം എടുക്കുന്നതിനകത്ത് ഓക്സിജൻ കൂടുതലുണ്ട്, കുഴപ്പമില്ല. പക്ഷേ കമ്പാരിറ്റീവ്ലി CO കൂടുതലാണെങ്കിൽ നമുക്കത് ഹാനികരമാണ്. അപ്പോൾ ചെല്ലുമ്പോൾ HBയോടെ നോക്കിയിരിക്കുമ്പോൾ HB എന്ത് ചെയ്യും? CO-നെ സെലക്ട് ചെയ്തുകൊണ്ട് പോകും അല്ലേ, ഓക്സിജനോടെ കിടക്കും, കുറച്ചവിടെ കിടക്കും. അതാണ് പ്രശ്നം, അതുണ്ടാവാൻ പാടില്ല. നെക്സ്റ്റ് ചോദ്യം, പ്രകാശം പുറപ്പെടുവിക്കാൻ കഴിവുള്ള ചില ജീവജാലങ്ങളുടെ വിശിഷ്ടമായ സ്വത്താണ് ബയോലൂമിനിസെൻസ് കഴിവുള്ള ഒരു ഓർഗാനിസത്തിൻ്റെ പേര് നൽകുക. ബയോലൂമിനിസെൻസ് മിന്നാമിനിങ്ങിൻ്റെ കുഞ്ഞു കാണത്തില്ലേ, ബയോലൂമിനിസെൻസ് ആണ് അല്ല, ഫ്ലോറസെൻസ് പോലെ കാണുന്നതാണ് ബയോലൂമിനിസെൻസ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഓർഗാനിസം ഇവിടെ കാണുന്ന നമുക്ക് ഇത് പറയാൻ പറ്റുന്നുണ്ട്. ആൻസർ സ്റ്റെനോപ്ലാനാന്ന് പറയും. സ്റ്റെനോപ്ലാൻ അല്ലേ, ഫസ്റ്റ് ഇയർ നമ്മൾ +2 ടെക്സ്റ്റിലൊക്കെ ഉണ്ട്, സ്റ്റെനോപ്ലാനാന്ന് പറയും അല്ലേ. പ്ലാസ്മോഡിയം നിങ്ങൾക്ക് അറിയാം അല്ലേ, മലേറിയ ഉണ്ടാക്കുന്ന പാരസൈറ്റ് പ്ലാസ്മോഡിയം അല്ലേ, പ്ലാസ്മോഡിയം പ്രോട്ടോസോവനാണത്. ഇത് ഹിർഡിനേറിയ അല്ലേ, മലയാളത്തിൽ ഹിർഡിനേറിയ എന്ന് പറയും. ഇത് ഉച്ചേറിയ ബ്രാങ്കോഫ്റ്റി അല്ലേ. ഇത് ഹിർഡിനേറിയ എന്താ, കുളയട്ട എന്ന് പറയില്ല നമ്മൾ, കുളയട്ട അതാണ് ഉച്ചേറിയ ബ്രാങ്കോഫ്റ്റി എന്നൊക്കെ പറയും. അപ്പോൾ ഇത് നമുക്കിപ്പോൾ ഡിഗ്രി ലെവൽസിലും ഒന്നുമില്ല അല്ലേ, അപ്പോൾ തന്നെ എടുത്തിട്ട് കാര്യമില്ലെന്നാണ് തോന്നുന്നത്. നെക്സ്റ്റ് ചോദ്യം കൂടി നോക്കാം. mRNA വിവർത്തനം അവസാനിപ്പിക്കുന്നതിന് സ്റ്റോപ്പ് കോഡൺ വളരെ അത്യാവശ്യമാണ്. താഴെ പറഞ്ഞൊരു സ്റ്റോപ്പ് കോഡൺ എടുക്കും. ഇതൊക്കെ സിമ്പിളായി പറഞ്ഞിട്ട് ഒരു വളരെ ഡീറ്റെയിൽസ് പറഞ്ഞെങ്കിലേ മനസ്സിലാവുള്ളൂ. ഉത്തരം നമുക്കിപ്പോൾ പറയാം. ഓക്കെ, ആൻസർ ഓപ്ഷൻ B ആണ്, UAG. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഒരു ഡീറ്റെയിൽഡായ ഒരു ക്ലാസ് ബയോളജി മാത്രമായി ചെയ്യുന്നതായിരിക്കും. താങ്ക് യു. നോക്കട്ടെ, നെക്സ്റ്റ് ചോദ്യം കൂടി നോക്കാം. നെക്സ്റ്റ്, താഴെ പറഞ്ഞ ശരിയായ ജോഡികൾ ഏതൊക്കെയാണ് അല്ലേ, അതായത് ഉത്തരാ സ്വയംവരം. ഇതിൽ ശരിയായ ജോഡികൾ ഏതൊക്കെയാണ്? ശരിയായ ജോഡി ശരിയായി ചേരുമ്പടി ചേരാത്തത് കുറച്ചെണ്ണം മാത്രമേ നമുക്ക് നോക്കാം അല്ലേ. ഏതാ ചേരാത്ത? ഒരെണ്ണമല്ലേ ഉള്ളൂ. അത് വരുമ്പോൾ Aയും Bയും Cയും D ഒരെണ്ണമല്ലേ ചേരാത്ത വരത്തുള്ളൂ, ബാക്കിയൊക്കെ ചേരുന്നല്ലേ. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് ഏതാ പറയേണ്ടത്? ചേരാത്ത സാധനം യക്ഷഗാനം. അതാണ് ആൻസർ. ഓപ്ഷൻ D ആണ് ചേരാത്ത കേട്ടോ, ഇതാണ് ചേരാത്തത്. അപ്പോൾ നമുക്കറിയാം ഉത്തരാ സ്വയംവരം നമുക്ക് വായിക്കുമ്പോൾ ഇരയിമനി എന്നറിയില്ല. ഉത്തരാ സ്വയംവരം ഇരയിമൻ തമ്പി, കല്യാണ സൗഗന്ധികം കോട്ടയം തമ്പുരാന്, സീതാ സ്വയംവരം കൊട്ടാരം. അറിയത്തില്ലേ, പഠിച്ചോ കേട്ടോ, അറിയത്തില്ലെങ്കിൽ പഠിക്കണം, അതാണ് വേണ്ടത്. ഉത്തരാ സ്വയംവരം ഇരയിമൻ തമ്പി, കല്യാണ സൗഗന്ധികം കോട്ടയം തമ്പുരാൻ, അതൊക്കെ എഴുതി വെക്കും കേട്ടോ. സീതാ സ്വയംവരം എന്ന് പറയുന്ന കൊട്ടാരം. എനിക്ക് മലയാളത്തിൻ്റെ കുറച്ചിങ്ങനെ നമ്മൾ സെക്കൻഡ് ലാംഗ്വേജ് മലയാളമാണെങ്കിൽ പഠിച്ചെങ്കിൽ പോലും അല്ലേ, നമുക്ക് കുറച്ചെല്ലാം കൂടി ഓർത്തിരിക്കണമെന്നില്ല. സീതാ സ്വയംവരം കൊട്ടാരക്കര തമ്പുരാൻ, ഉത്തരാ സ്വയംവരം ഇരയിമൻ തമ്പി, കല്യാണ സൗഗന്ധികം കോട്ടയം തമ്പുരാൻ, സീതാ സ്വയംവരം കൊട്ടാരക്കര തമ്പുരാൻ. ഓക്കെ, അപ്പോൾ ഇനിയുടെ മോഹിനിയാട്ടത്തെക്കുറിച്ച് പറയുന്നുണ്ട്.
ഏതാണ് ശരി? മോഹിനിയാട്ടത്തെക്കുറിച്ച് ശരിയായ സംഭാവന എന്തൊക്കെയാണ്? അല്ലേ, എല്ലാം ശരിയാണ്. മോഹിനിയാട്ടി എന്ന് പറയാറില്ലേ. മോഹിനിയാട്ടം ഒരു ലാസ്യ ശൈലി, മോഹിനിയാട്ടം ലാസ്യ ശൈലി തുടരുന്നു. മോഹിനിയാട്ടത്തെക്കുറിച്ചുള്ള പരാമർശം വ്യവഹാരമാല എന്ന വിധത്തിലാണ് കാണാൻ കഴിയുക. വടിവേലുവാണ് മോഹിനിയാട്ടത്തിലെ ചെല്ലുകൊട്ടിൻ്റെ ഘടന. മോഹിനിയാട്ടത്തിൻ്റെ പുനരുജ്ജീവനത്തിലും ജനകീയവൽക്കരണത്തിലും പ്രധാന വ്യക്തി ആരാണ്? കനക്രലെ. മോഹിനിയാട്ടം നമുക്ക് ഡിഗ്രി ലെവൽ പ്രിൻസിപ്പിൾ ചോദിക്കാം. ലാസ്യ ശൈലിയാണ്. കനക്രലെയും ഒക്കെ ഓർത്തിരിക്കാൻ പറ്റും മോഹിനിയാട്ടം. നെക്സ്റ്റ് നോക്കാം. മയൂഖ ജോണി ജിമ്മി ജോർജിൽ ശരിയായി ചേരുമ്പടി ചേരുന്ന ആരാണ്? ശരിയായി ചേരുമ്പടി ചേർന്ന ഒരാൾ. ശരിയായി ചേരുന്ന ആരേ ഉള്ളൂ? ജിമ്മി ജോർജ് വോളിബോൾ. ഓക്കെ, ബാക്കിയുള്ള ആൾക്കാർ വേണ്ട കേട്ടോ, അത് ഓർത്തോണേ. ശരിയായി ചേരുമ്പടി ചേരുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സത്യജിത്ത് സംവിധാനം ചെയ്യാത്ത സിനിമ. ഇല്ല, കുഴയ്ക്കും നമ്മളെ. ചെയ്യാത്തത് ആരാണ്? ഏക് ദിൻ പ്രതിദിൻ. ചെയ്യാത്തത് അപ്പോൾ ജലസാഗറും ചാരുലത നായകല്ല ഈ ജിത്ത് എന്നറിയണം. ജിത്ത് പഴയ ജിത്ത് അല്ലേ, സത്യജിത്ത് റേയുടെയാണ്. ഏത്? ജലസാഗറും ചാരുലതയും നായകമൊക്കെ സത്യജിത്ത് എന്നറിയണം അല്ലേ, എങ്കിൽ മാത്രമേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ പഠിച്ചല്ലോ, ജലസാഗറും ചാരുലതയും നായകും റേയുടെ ചിത്രങ്ങളാണ്. പഴയതൊക്കെ ചോദിച്ചാൽ നമുക്ക് എഴുതാൻ വലിയ പാടല്ലേ. ജലസാഗറും ചാരുലതും നായകും. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ഒരു അസിസ്റ്റന്റ് പ്രിൻസിപ്പൽ ഓഫീസർ തസ്തികയിലേക്ക് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇടാൻ പോകുന്നത്. നിങ്ങളെല്ലാവരും കാണാൻ ശ്രമിക്കണം കേട്ടോ. നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു അഗെയിൻ.